നമസ്കാരം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ മറ്റേ കോൺഷ്യസ് ആവണ പരിപാടിയൊന്നുമില്ല. പണിയെടുക്കുക, ആ ടൈമിൻ്റെ ഉള്ളിൽ പണിയെടുത്ത് തീർക്കുക, അത് നന്നായിട്ട് നോക്കുക, ശരിയായില്ലേ പിന്നെ എടുക്കുക. എത്ര വട്ടം ചെയ്യുന്നതിന് അങ്ങനെ പ്രശ്നമില്ല. ഞാൻ ജബലയ്ക്ക് ശേഷമുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പോലും ഞാൻ ആ തോട്ടിലാണ്. അതായത് ഇത് ഓക്കെ ആയില്ലെങ്കിൽ ഇത് 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 അങ്ങനെയാണ്. ഇപ്പം മാത്രമാണ് ഞാൻ ഇതുള്ളൂ ഗ്രോത്ത് ഉണ്ട്. ഇപ്പോഴും എനിക്ക് ഗ്രോത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ മൊമെന്റിൽ ഞാനിവിടെ ഇരിക്കുമ്പോഴും എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായും. പക്ഷെ ഇതിങ്ങനെയാണ് ഇങ്ങനെ. ചില കഥാപാത്രങ്ങളുണ്ട്, ഏറെയൊന്നും പറയാതെ അവരുടെ പ്രസൻസ് കൊണ്ട് നമ്മുടെ മനസ്സിലിടുന്നവർ. ഈ അടുത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരള ക്രൈം ഫയൽസ് എന്ന വെബ് സീരീസിലും ഉണ്ടായിരുന്നു അത്തരമൊരു കഥാപാത്രം. CPO സുനിലിൻ്റെ ഭാര്യ, ആ പൂർണ്ണ ഗർഭിണി. ആ കഥാപാത്രത്തെ അതിമനോഹരമാക്കി നമ്മുടെ മനസ്സിലിടം നേടിയ അമൃത കൃഷ്ണകുമാറാണ് ഇന്ന് ഈ ഇത്തിരി നേരം എനിക്കൊപ്പം ഒത്തിരി കാര്യങ്ങളുമായി. ഹായ് അമൃത. ഹലോ. താങ്ക് യു. ആദ്യം ഒന്ന് ഊരാൻ ശ്രമിച്ചു അല്ലേ ഞാൻ വിളിച്ചപ്പോൾ? കുറച്ച് ജാടയൊക്കെ ഇട്ടിട്ട്. ജാട എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ പിന്നീട് തിരിച്ചു വിളിക്കാം. എനിക്ക് മനസ്സിലായി, എൻ്റെ പൊന്നു മോളെ എന്നെ ഒഴിവാക്കി. അമൃത എന്നോട് പറഞ്ഞു, എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും പറയാനില്ല അല്ലേ, കൂടുതൽ കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ പറയാനില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും. കാരണം ഈ കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് അത് വരുന്നതിന് മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു കണ്ടൻറ്റാണ്. അജുവും ലാലേട്ടനും മെയിൻ ക്യാരക്ടർ ചെയ്ത് മലയാളത്തിൻ്റെ ആദ്യത്തെ അല്ലേ വെബ് സീരീസാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി പാർട്ട് ഓഫ് ഹിസ്റ്ററി. അപ്പോൾ അതിൽ ചെയ്ത ഓരോരുത്തരും നമുക്ക് വളരെ വളരെ ക്ലോസ് ടു ഹാർട്ട് എന്ന പോലെ ആയിപ്പോയ ക്യാരക്ടേഴ്സാണ്. ഹിറ്റായി, ഇപ്പോഴും ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലധികം ഒന്നും മിണ്ടാതെ, എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ടൊരു പേര് പോലും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടോയെന്നറിയില്ല, എൻ്റെ ഓർമ്മയിൽ കേട്ട പോലെ ഇല്ല. അതുപോലെ ഈ പറയുന്ന ഭർത്താവിനെ ഒന്നും പിടിക്കേണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ടു ഗുഡാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് അമൃതയായിരിക്കുക, അത് തന്നെ ഒരു വലിയ വിശേഷമാണ്. ആർക്കും പോവാമായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് അല്ലെങ്കിൽ ആ ക്യാരക്ടർ അമൃതയിലേക്ക് വരുന്നത്? ഞാൻ അഹമ്മദേട്ടൻ തന്നെ മധുരത്തിൽ റോള് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഞാനൊരു റിസപ്ഷനിൽ നേഴ്സ് ക്യാരക്ടറായിരുന്നു. അപ്പം അതും എനിക്ക് നവാസ്കയുടെ കൂടെയുള്ള ഒരു റോളാണ്. ഒറ്റ സീനുള്ളൂ, നവാസ്കയായിട്ടാണ് കോൺവെർസേഷൻ. അപ്പം അന്ന് എനിക്ക് നവാസ്കേനെ അങ്ങനെ അറിയില്ല, അതിന് വേണ്ടി മാത്രമുള്ള പരിചയമുള്ളൂ. പക്ഷേ വീണ്ടും പിന്നീട് അഹമ്മദേട്ടൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു ചെറിയ ക്യാരക്ടറാണ്, അപ്പം നിനക്ക് ഓക്കെ ആണെങ്കിൽ ഒരു ദിവസം വന്നിട്ട് നമുക്ക് ഓഡിഷൻ ചെയ്ത് നോക്കാം. അങ്ങനെ പറഞ്ഞു പോയി. അപ്പോഴും എനിക്കിത് സീരീസ് ആണെന്ന് അറിയില്ല, ഇത് ഫസ്റ്റ് സീരീസ് ആണെന്ന് അറിയില്ല. എനിക്ക് അഹമ്മദേട്ടൻ വിളിച്ചല്ലോ പോവാ, അങ്ങനെയാണ്. പിന്നെ ഒന്നും ആലോചിക്കാനില്ല. ഇല്ല, ചെല്ലുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം വന്നിട്ട് നമ്മൾക്ക് റിഹേഴ്സൽ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ പോയി ചെയ്തു. അപ്പോഴും അവിടെ നമസ്കൊന്നുമില്ല വരുള്ളൂ. പിന്നെ പോയി ചെയ്തു. അപ്പോഴും എനിക്ക് ക്രൈം ഫയൽസിനെ കുറിച്ചിട്ട് വളരെ ചെറിയ മെമ്മറികളുള്ളൂ. അതായത് എനിക്ക് 4 ദിവസമായിരുന്നു ഷൂട്ട്. പക്ഷെ 4 ദിവസവും പല സമയങ്ങളിലായിരുന്നു. അതായത് ഓരോരോ 4 ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ കുറച്ച് പേരായിട്ടാണ് അവിടെ. എന്നാൽ അഹമ്മദേട്ടനെ അറിയാം, അതിൻ്റെ ക്യാമറ ചെയ്ത ജിൻജേട്ടനറിയാം, എഡിറ്റർ മഹേഷ്, ആ അസിസ്റ്റൻസ് അവരെയൊക്കെ അറിയാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാനുള്ള അവസരം കിട്ടില്ല. അപ്പം എന്നെ വിളിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്, ഞാൻ എന്താ പറയുക, എന്തൊക്കെയാണോ ആ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്, ഇങ്ങനെയൊക്കെ അവൻ ചോദിക്കുക. അപ്പം ഞാൻ എന്ത് പറയുന്നു വിചാരിച്ചു. എന്നാലും അത് വളരെ നല്ല എന്താ, അഹമ്മദേട്ടൻ ഒരു വട്ടം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അന്ന് വർക്ക് ചെയ്യുമ്പോഴും എന്നെ ഭയങ്കര കൂളായിട്ടാണ് ഇടപെടുന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് പോലും. അപ്പോൾ എനിക്ക് ആ പേടിയില്ല. പിന്നെ എനിക്കിഷ്ടമുള്ളത് ചെയ്യാം, എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ പറഞ്ഞുതരും, അങ്ങനെയല്ല അടി ഇങ്ങനെയാണെന്ന് പറഞ്ഞുതരും. അപ്പം നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതേ എൻ്റെ അടുത്തും പറഞ്ഞു തരാൻ എടുക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. എനിക്കിഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ എനിക്കിത് ഭയങ്കര സമാധാനം അവിടെ വർക്ക് ചെയ്യാൻ. അപ്പം അതുകൊണ്ട് എനിക്ക് അമ്മേട്ടൻ വിളിച്ചാൽ വേറെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ക്യാരക്ടറാണോ, ഒരു സീനുള്ളൂ, ഒരു കുഴപ്പമില്ല, അങ്ങനെ.
പക്ഷേ അത് ഇപ്പൊ 4 ദിവസമാണ് വർക്ക് ചെയ്ത് പറഞ്ഞു. പക്ഷെ ആ ഒരു സീരീസ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ പ്രസൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇയാളുടെ ടെൻഷനിലെങ്കിലും നമ്മളുണ്ട്. അയ്യോ എൻ്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്നുള്ള ഒരു ഇത്. അപ്പൊ നമ്മൾ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ക്യാരക്ടർ ആണെങ്കിൽ ഭയങ്കര കൂളാ. അത് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവാം, ഇതിന്റെ ഗൗരവം അറിയാനിട്ടാണോ അതോ പുള്ളി വളരെ ലൈറ്റായിട്ട് ഇനി വീട്ടിൽ നിന്നും കൂടി ഈ മനുഷ്യനൊരു ടെൻഷൻ കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണോ എന്നൊന്നും അറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു. എനിക്ക് പറഞ്ഞു തരുമ്പോഴും ഞാൻ വിചാരിക്കുക ഇതിനു മുൻപും അത് മേ ബി ആ 6 ദിവസങ്ങൾ ഇവരുടെ സീരീസിൽ കാണിക്കുന്ന 6 ദിവസങ്ങൾക്ക് മുൻപും ഒരു ലൈഫ് ഉണ്ടല്ലോ. അപ്പൊ ആ ലൈഫിൽ മേ ബി ഈ സ്ത്രീ ഒരുപാട് വട്ടം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ അവർക്ക് ഒറ്റയ്ക്കാണ് സമയം ആവശ്യമുള്ളപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ടാവാം. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ തിരക്ക് ഇതാന്ന് മനസ്സിലാവും എന്നുള്ള നിലയിൽ ഇവർ കൂളായതും. അല്ലെങ്കിൽ ഇപ്പം അതിൽ നവാസ്കയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുമല്ലോ പ്രസവത്തിന്റെ സമയത്ത്. അത് ആഗ്രഹമുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ക്യാരക്ടറിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് അവിടെ വാശി പിടിക്കാൻ പറ്റില്ല. അദ്ദേഹം ഹെൽപ്ലെസ് ആണ്. ഞാൻ അവിടെ നിന്ന് വാശി പിടിച്ചാലും അത് കൂടുതൽ സ്ട്രെസ് കൊടുക്കുള്ളൂ. അപ്പം ഞാൻ ഓക്കെ, അപ്പം മേ ബി അവർ അത്തരത്തിലുള്ള ഒരു സ്ത്രീ ആയിരിക്കാം. നിരന്തരം ഇങ്ങനെ ഒരുപാട് തവണ നവാസ്കയുടെ ക്യാരക്ടർ അവൈലബിൾ അല്ലാതെ ആയതിനു ശേഷം അവർക്ക് മനസ്സിലായി അതിൻ്റെ ജോലി ഇങ്ങനെയാണ് എന്ന്. അവർ അവരുടേതായിട്ടുള്ള ഹാപ്പിനെസ് കണ്ടെത്തി എന്ന് വിശ്വസിച്ചിട്ട് ആ രീതിയിലാണ് ഞാൻ ക്യാരക്ടർ ചെയ്തത്. ഇപ്പം പിന്നെ എന്താ പറയുക, ഇത് ഒരുപാട് പേര് റിസീവ് ചെയ്തതിന് ശേഷം അമൃത ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ എങ്ങനെയാണ് അതിനുശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആളുകളിൽ നിന്നുള്ള റെസ്പോൺസ് അങ്ങനെയൊക്കെ വരുന്നുണ്ടോ? തിരിച്ചറിയുന്നുണ്ടോ? ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾ ഇങ്ങനെ കണ്ട്? നേരത്തെ കരിക്ക് അല്ലേ? അതെ. അപ്പൊ അത് വെച്ചിട്ട് അയ്യോ ഇന്ന ആള് തന്നെയാണ് ഇത്, ആ രീതിയിലുള്ളൊരു കിട്ടുന്നുണ്ടോ? അതുണ്ട്. എനിക്കും ഞാൻ ആരോടധികം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ക്രൈം ഫയൽസിൽ ഉണ്ടെന്ന്. അപ്പം കരിക്ക് ഒരുപാട് പേര് കണ്ട്. കരിക്ക് ഇറങ്ങിയ സമയത്ത്, ജബൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് എല്ലാ ദിവസവും മെസ്സേജ് അങ്ങനെ ചിലതൊന്നും വായിക്കാൻ പറ്റില്ലെങ്കിലും വായിക്കുമ്പോൾ അതറിയാം. പക്ഷേ അതേ ക്യാരക്ടറിന്റെ ഷെയ്ഡുള്ള ക്യാരക്ടർ തന്നെയാണ്, അതായത് ഗർഭിണി പ്രസവം റിലേറ്റഡ് ആണ്. അപ്പോൾ ജബല കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേ ഇതുപോലത്തെ വർക്ക് വരും. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് അമ്മതായിട്ട് ഈ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ എനിക്കറിയാം കണ്ടിന്യൂസ്ലി 2 വർക്ക് വരാൻ പോകുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ബാക്കിയുള്ളവരോട് പറയും അങ്ങനത്തെ ക്യാരക്ടർ എനിക്ക് വേണ്ട, ചെറിയ വർക്കുകളാണ് വരുന്നത്, ഷോർട്ട് ഫിലിംസ് ഒക്കെയാണ്. അപ്പം ഞാൻ ഇല്ല, ഗർഭിണി പ്രസവം അതൊക്കെ ഞാൻ നിർത്തി, തൽക്കാലത്തേക്ക് നിർത്തി അങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ക്രൈം ഫയൽസ് ഇറങ്ങിയപ്പോഴും എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിച്ചിട്ടുള്ളൊക്കെ ചേച്ചീനെ ഇതിലും ഗർഭിണിയാക്കിയല്ലേ ചേച്ചി, ഞാൻ കുഴപ്പമില്ല നല്ലതല്ലേ എന്ന് പറഞ്ഞു. ആ ഒരു കാര്യം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നാലും തോന്നുന്നത് ജബലയിലെ ഷെറിൻ കുറച്ചും കൂടി ഇത്രയും കൂടി എനർജി ഉള്ള ആളല്ല, കുറച്ചുകൂടി സൈലന്റ് ആയിട്ടുള്ള ആളാണ്. സ്മാർട്ടാണ് ഇതിലെ ക്യാരക്ടർ അല്ലേ? കുറച്ചും കൂടി സംസാരിക്കുന്ന ക്യാരക്ടറാണ്. ഹോസ്പിറ്റൽ സീനിൽ എത്തുമ്പോഴാണ് ആ സമയത്ത് ഒരു ശാരീരികാവസ്ഥ കൊണ്ട് അവർ കുറച്ച് ഡള്ളാവുന്നത്. അത്രേ ഉള്ളൂ. മറ്റേതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ബേക്കറി സാധനം ഭയങ്കര കൂളാണ്, അയാൾക്കുള്ള ടെൻഷൻ പോലും ഇവർക്കില്ല. അപ്പൊ ആ വ്യത്യാസം ആൾക്കാർ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ബിക്കോസ് ഞാൻ വിഷ്വലൊന്നും കണ്ടിട്ടില്ല. അപ്പം എൻ്റെ ടെൻഷൻ അതായിരുന്നു, ജബലല പോലെയാണെന്ന് എന്നെ പറയുമെന്ന്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല, കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൽ, നീ കുറച്ചും കൂടി എനർജി ഉണ്ട് ഇതിൽ. അങ്ങനെ ഷെയ്ഡ് വരുന്നില്ല. ആകെ ആ ഹോസ്പിറ്റലിൽ നിന്ന് നടന്നു വരുന്ന സീനിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും. ആ നൈറ്റിയൊക്കെ ആണല്ലോ വേഷം, മേ ബി അതുകൊണ്ടായിരിക്കാം. നല്ല കുഴപ്പമില്ല, സന്തോഷം. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. കരിക്കാണല്ലേ അപ്പോൾ ആദ്യത്തെ വർക്ക്? കരിക്കല്ല, കരിക്കിന് മുൻപാണ് ഞാൻ മധുരം ചെയ്യുന്നത്. ഓ അതെയോ? അതിന് മുൻപും ചെയ്തിട്ടുണ്ട്. അതിന് മുൻപും ശരിക്കും ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം തൊട്ടാണ്. ഓക്കെ. അപ്പം ഞങ്ങൾക്ക് ഇതുപോലൊരു കളക്റ്റീവ് ഉണ്ട്, സിനിമ ക്യാമറ ചെയ്യുന്നവർ എല്ലാം തനിയെ പഠിച്ചവരാണ്, ആരും എവിടെയും പോയി പഠിച്ചവരല്ല. അപ്പോൾ ആ ടീമിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഞാനും അതിൻ്റെ ഉള്ളിലായതാണ്. ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ചെറിയ സ്പോർട്ട് മത്സരങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്. കേരളത്തിൻ്റെ പല ഭാഗത്തുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ട്രെയിനിലൊക്കെ കയറി പോവും, അല്ലെങ്കിൽ ബസ്സിൽ കയറി പോവും, എന്നിട്ട് അവിടെ പോയി ഷൂട്ട് ചെയ്യും. അപ്പോൾ ആ ടീമിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് ഓരോരുത്തരും അവരവർ ചെയ്യുന്ന വർക്കിൽ ഭയങ്കര അടിപൊളിയാണ്. അതായത് നിരന്തരം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടിട്ടാണ്. അവർ കണ്ടിന്യൂസ്ലി സിനിമകൾ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്ത് അവരവർ പോളിഷ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പം എൻ്റെ ജോലി ഒന്നെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടെ ഇരിക്കുക, അതെല്ലാവരും ഒരുമിച്ചിരുന്നാൽ ചെയ്യുക, ദെൻ അഭിനയിക്കുമ്പോൾ എനിക്ക് വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആ കോൺഫിഡൻസ് എന്നെ ഭയങ്കരമായിട്ട് പിൽക്കാലത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്തിരി സമയം കൊണ്ടാണല്ലോ
ഇതുപോലെ സ്പോർട്ട് ഫെസ്റ്റുകൾക്ക് ചെയ്യാൻ. അപ്പം എൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ള് ആ വർക്ക് നന്നാക്കുക എന്നുള്ളതിലാണ്, അവരുടെ കോൺസെൻട്രേഷൻ അത് നന്നാക്കുക എന്നുള്ളതാണ്. അപ്പം ഭയങ്കര ടീം വർക്ക്, കണ്ടിന്യൂസ്ലി അങ്ങനെ വർക്കുകൾ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ മറ്റേ കോൺഷ്യസ് ആവണ പരിപാടിയൊന്നുമില്ല. പണിയെടുക്കുക, ആ ടൈമിൻ്റെ ഉള്ളിൽ പണിയെടുത്ത് തീർക്കുക, അത് നന്നായിട്ട് നോക്കുക, ശരിയായില്ലേ പിന്നെ എടുക്കുക. എത്ര വട്ടം ചെയ്യണേന് അങ്ങനെ പ്രശ്നമില്ല. അതെനിക്ക് കിട്ടിയത് അവരിൽ നിന്നാണ്. അവരിപ്പോഴും ഉണ്ട്, അവരവരുടെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ടീം ഇപ്പോഴും ഉണ്ടോ? നിങ്ങളായിട്ടുള്ള നിങ്ങളുടെ ക്രിയേറ്റീവ് ഇത് ഇപ്പോഴും സ്പേസ് ഇപ്പോഴും ഉണ്ട്. അവർ ഇൻഡിവിജ്വലി സിനിമകൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമറ്റോഗ്രഫി ചെയ്യുന്നവരുണ്ട്, സൗണ്ട് ഡിസൈൻ ചെയ്യുന്നവരുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾ തുടക്കത്തിലൊക്കെ സ്റ്റുഡിയോ പോയി ഡബ് ചെയ്യലായിരുന്നു ആദ്യത്തെ 2 വർക്കുകളൊക്കെ. പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം അത്രയും പണം കയ്യിലില്ല. പിന്നെ അത് പഠിച്ചു, കൂടെയുള്ള ഒരാൾ സൗണ്ട് ഡിസൈൻ പഠിച്ചു, അതും തനിയെ പഠിക്കുന്നതാണ്. പിന്നെ ഇതുപോലുള്ള ഞങ്ങൾക്ക് എന്തെങ്കിലും വർക്ക്ഷോപ്പൊക്കെ വരുമായിരുന്നു കോളേജിൽ. ഞങ്ങൾക്കൊരു CSRS എന്ന് പറഞ്ഞിട്ടൊരു റിസർച്ച് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരുടെ എക്കോസിസ്റ്റത്തിൽ പോയിട്ട് അവരെ കാണുക, ഇൻ്റർവ്യൂ ചെയ്യാമെന്നുള്ളായിരുന്നു. അപ്പോൾ അത് തുടക്കം തൊട്ട് ഞാനതിലുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾക്കൊരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പാണ് കോളേജിലുള്ളത്, ഞങ്ങൾ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് വരാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ യാത്രകൾ ചെയ്യുക, ഷൂട്ട് ചെയ്യുക. കോളേജിന് ശേഷം ഫുള്ള് യാത്രകളാണ്. എൻ്റെ മെമ്മറിയിൽ എപ്പോഴും ഇങ്ങനെയാണ്, നീ കണ്ണൂർ പോകും, ഞങ്ങൾ 2 പേരും തിരുവനന്തപുരത്ത് പോയിട്ട് ആ ഫെസ്റ്റിൻ്റെ സമ്മാനം മേടിച്ച് തരാം, എന്നിട്ട് നമുക്ക് 2 പേർക്കും കൂടി തിരുവനന്തപുരത്ത് വെച്ച് കാണാം, അപ്പോഴത്തേന് ഇവർ ഇവിടുന്ന് വരും. അങ്ങനെ ഭയങ്കര ഫെർട്ടൈലായിട്ടുള്ള കാലമായിരുന്നു, കൊറോണയ്ക്ക് മുൻപ് വരെ. എന്തെങ്കിലും പേരുണ്ടോ നിങ്ങളുടെ ഈ ഗ്രൂപ്പിന്? ഞങ്ങളുടെ പേര് കൾട്ട് കമ്പനി പ്രൊഡക്ഷൻസ് എന്നാണ്, അത് കോളേജ് വെച്ച് ഇട്ട പേരാണ്. ഇൻഡിവിജ്വലി പ്രൊഡക്ഷൻസ് നടത്തുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യർ ഇപ്പോഴും. എന്നാലും അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മേ ബി എനിക്കിത് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈസിയായ, ഇതുമായി ഒരു ബന്ധമില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഇതുമായിട്ട് നോർമലൈസ് ചെയ്ത് പോകുന്നതെന്ന് നോക്കുമ്പോൾ ഈ യാത്രകളും ഈ മനുഷ്യരാണ് എന്നെ. പക്ഷെ ഉള്ളിൽ ഇങ്ങനത്തെ ടേസ്റ്റുകൾ കിടന്നിട്ടുണ്ടാവുക അല്ലെ നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ അട്രാക്റ്റഡ് ആവില്ലല്ലോ. അതോ ഈ ഗ്രൂപ്പിൽ നമ്മൾ പെട്ടത് കൊണ്ട് അങ്ങനെ ആയതാണ്? ചന്ദനം മണക്കെന്ന് പറഞ്ഞത് എനിക്ക് അതാന്ന് തോന്നുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ സിനിമ ഇഷ്ടമല്ലായിരിക്കും, ഇഷ്ടമല്ല. ഞാനിപ്പോൾ ചില സിനിമകളൊക്കെ വീട്ടിലേക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് ഇത് കണ്ടോണ്ടിരിക്കണം, ഇത് മാറ്റ്, അല്ലെങ്കിൽ TV കാണണ്ട, അങ്ങനെ. അല്ലാണ്ട് തിയേറ്ററിൽ പോയി സിനിമ വളരെ അപൂർവമായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോഴും അങ്ങനെ അപൂർവമായിട്ട് പോവുകയാണെങ്കിൽ പോലും ഇവർക്ക് കോമഡി എന്തെങ്കിലും സിനിമ കാണുക, അങ്ങനെ. ഞാൻ പഠിച്ച ഇടങ്ങളിലോ എവിടെയില്ല, പഠിക്കുക അത് മാത്രമേ ഉള്ളൂ. നന്നായിട്ടിരിക്കുക, പഠിക്കുക, അത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് വളരെ കംഫർട്ടബിളായ കുറച്ച് മനുഷ്യരുടെ കൂടെ നിന്നപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എവിടെയോ കിടന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു അല്ലേ, പുറത്തേക്ക് വരികയും ഈ ആർട്ടിന് അപ്പോഴാണ് മനസ്സിലായത്. അപ്പം എനിക്ക് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. ഈവൻ തിയേറ്ററിൽ പോയി ഇരുന്ന് ഒരു സിനിമ വരാൻ കാത്തിരിക്കുക, തിയേറ്ററിൽ പോയി നിന്നിട്ട് അതിങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ചില സിനിമകൾക്ക് വേണ്ടി ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ഒരു പടം അനൗൺസ് ചെയ്തു, മെയിൻ ഒരു സിനിമറ്റോഗ്രാഫറാണ് അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ സിനിമയാണ്, നമ്മൾ വിചാരിക്കുന്ന വളരെ വലിയ 2 ആക്ടേഴ്സ് അഭിനയിക്കുന്നതാണെങ്കിൽ ഞങ്ങൾ മറ്റേ ഈ 100 രൂപ ആ പടം കാണാൻ, അങ്ങനെ നേരത്തെ എടുത്തു വയ്ക്കും. അത്ര എക്സൈറ്റഡ് ആയിട്ട് സിനിമ കാണാമെന്ന് പറയുമ്പോൾ ആ മറ്റേ ലഹരി ഉണ്ട് കേട്ടോ, അത് കിട്ടി. അപ്പം പിന്നെ എനിക്ക് ഇങ്ങനെ ഇത് മതി. അപ്പോഴും പിന്നെ ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും പതുക്കെ ഒന്നൊരു ഗ്യാപ്പ് വന്നു. പല കോളേജിന് ശേഷം പല മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയപ്പോൾ ഞാൻ പഠിക്കാൻ പോയി, PG പഠിക്കാൻ പോയി. പക്ഷെ എനിക്ക് സെറ്റ് ആവുന്നില്ല. പഠിക്കാൻ എനിക്ക് ഓക്കെയാണ്, പക്ഷേ ഉള്ളിൽ ഞാൻ ഭയങ്കര ഐസൊലേറ്റഡ് ആയി. എനിക്ക് പുതിയ സ്പേസുകളിൽ ഓക്കെയാണ്, പക്ഷെ ഞാൻ എന്തോ മിസ് ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ ആ സ്ഥലത്തുനിന്ന് പതുക്കെ പോരും. എന്നിട്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇവിടെ കിട്ടിയെന്ന് വരില്ല. മേ ബി ഇവരെല്ലാവരും വേറെ കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും പഠിക്കാൻ പോവാം, ഞാൻ അടുത്ത കോഴ്സിന് എൻട്രൻസ് ചെയ്തും കിട്ടും, അവിടെ പോയിരിക്കും. ഇതല്ല, വേറെ എന്തോ മിസ് ചെയ്യുന്നുണ്ട്. ഞാനങ്ങനെ MSW പഠിക്കാൻ പോയി, MA ഹിസ്റ്ററി പഠിക്കാൻ പോയി, MA മലയാളം പഠിക്കാൻ പോയി. ലാസ്റ്റ് എല്ലാം ഞാൻ നിർത്തി പോരും. പക്ഷേ ആ നിർത്തി പോരുന്നതിൽ എനിക്ക് വിഷമമില്ല. ഞാനിപ്പോഴും വിചാരിക്കുക ഏത് പ്രായത്തിൽ എനിക്ക് ഏത് എൻട്രൻസ് ചെയ്ത് കയറാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ ഫെർട്ടൈലായ കാലം, ഞാൻ ആഗ്രഹിക്കുന്ന എടുത്തെത്താനുള്ള ഫെർട്ടൈലായ കാലം ഇതാണ്. ഇത് ഞാൻ മിസ് ചെയ്യരുത്.
ഇപ്പം ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ LLBക്ക് ചേർന്നു എറണാകുളം ലോ കോളേജിൽ. അതും എൻട്രൻസ് പഠിച്ച് അതിനുവേണ്ടി കുറേ നാൾ കഷ്ടപ്പെട്ടൊക്കെ കയറിയതാണ്. പക്ഷേ ക്ലാസ്സിൽ പോയിരുന്നിട്ട് ഇങ്ങനെയാണ്, ഞാൻ വക്കീലാവണമല്ല എൻ്റെ ആഗ്രഹം, എനിക്ക് അപ്പുറത്തല്ലേ പോകേണ്ടത്, ഞാൻ എന്നിട്ട് ഇങ്ങനെയാണ്. ഇല്ല, LLB ഞാൻ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതിയെടുത്തോളാം. അങ്ങനെ നിലവിൽ ഏകദേശം ഒരു 3-4 മാസം മുമ്പ് മാത്രമാണ് ഇതിനി ഇവിടെ എന്ത് സംഭവിച്ചാലും, ഇനി ഞാൻ മാസങ്ങളോളം പട്ടിണി കിടന്നാലും ഇവിടുന്ന് മാറില്ല. ഇല്ല, ഇത് മാറില്ല. അതെനിക്ക് ആ തീരുമാനത്തിലേക്ക് എത്താൻ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതായത് ഭയങ്കര സെൽഫ് ഡൗട്ടാണിത്. സെൽഫ് ഡൗട്ട് മാത്രമല്ല, ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. ഇപ്പം കേട്ടിടത്തോളം വീട്ടിൽ സിനിമ കാണില്ല, ഉണ്ടെങ്കിൽ കോമഡി പടങ്ങൾ, അത് ഒരു സാധാരണ വ്യൂവേഴ്സ് എല്ലാവരും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് ഒരിക്കലും നമ്മൾ പോകുമെന്ന് സങ്കല്പിക്കാത്തൊരു ഏരിയയിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇൻഫ്ലുവൻസ് എന്നല്ല, നല്ല അർത്ഥത്തിൽ അവരുടെ ഒരു കൂട്ടായ്മയിൽ നമുക്ക് വരാൻ പറ്റുകയും നമുക്കൊരു ഫോക്കസ് ഉണ്ടാവുകയും ചെയ്യാണ്. അപ്പോൾ ഇത് വീട് എങ്ങനെയാണ് ഇതിനെ ആക്സെപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിനോടുള്ള റെസ്പോൺസ്? വീടിനോട് ഞാൻ ഇതുവരെ സപ്പോർട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിച്ചാൽ തരാൻ അറിയില്ല അവർക്ക്, ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ തരാൻ അറിയില്ല. അല്ല, പക്ഷെ നമ്മളിങ്ങനെ ചെന്ന് പറയാം എനിക്കിത് ശരിയാവില്ല, എനിക്ക് ഇവിടെ നിൽക്കണം, ഞാൻ പഠിച്ച് അങ്ങനത്തെ അതിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ. പക്ഷെ എനിക്ക് തോന്നിയത്, ഞാൻ ഓരോ തവണ പഠിക്കാൻ പോകുന്നതും ആ പഠിക്കാനുള്ള കാശ് ഉണ്ടാക്കുന്നതും ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഈ കോഴ്സിന് ചേർന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ ആ കോഴ്സ് നിർത്തി, ഞാൻ ഈ കോഴ്സിന് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവർ നോക്കുമ്പോൾ നോർമലി ഞാൻ വീണ്ടും കോഴ്സുകൾക്ക് ചേരുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിർത്തും. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ട്രൈ ചെയ്യുന്നത് നല്ലതാണ്, ഇത് പറ്റൂല്ലെന്നെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോഴും എനിക്ക് വീട്ടിലുള്ളവർക്ക് പോലും ഇതാണെന്ന് പറയാൻ മടിയാണ്. ഇതാണ് ചൂസ് ചെയ്തതെന്ന് പറയാൻ. അവളിപ്പോൾ ഓരോന്ന് പഠിച്ച് അതിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അത് ഭയങ്കര മേ ബി ആ സപ്പോർട്ട് കിട്ടിയാൽ ഞാൻ വേറെ തരത്തിൽ ഫ്ലറിഷ് ആവുമായിരിക്കും, അതെനിക്കറിയില്ല. പക്ഷെ എൻ്റെ അനിയത്തിമാർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. നീ ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത അനിയത്തിക്ക് ജോലിയുണ്ട്. 3 പേരാണ്. അപ്പം മൂത്ത തൊട്ടുള്ള അനിയത്തിക്ക് ജോലി ഉള്ളതുകൊണ്ട് അവൾ തരുന്ന കോൺഫിഡൻസ് അന്യായമാണ്. നീ ഒരു കാര്യം ചെയ്യും, നീ ഇത് ചെയ്തോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പേര് അമല. ഹായ് അമല. അമല തരുന്ന സപ്പോർട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട്. അത് ഫാമിലി എന്നുള്ള നിലയിൽ നിന്നിട്ട്, നീ ചെയ്യുന്നത് ശരിയാണ്, നീ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തും എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവർക്ക് അത് പറയാൻ പേടിയാണ്. മേ ബി അവർ ഉത്തരവാദിത്ത സ്ഥാനത്ത് നിൽക്കുന്നതാണല്ലോ, അപ്പം അവരായിട്ട് എന്നെ വഷളാക്കരുത് എന്നുള്ള പേടി കൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഇതിൽ പരാതിയൊന്നുമില്ല, അവരങ്ങനെയാണ്, എനിക്ക് അവരെ ഇഷ്ടമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് എന്താ പറയുക, നമ്മളിത് ശീലിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇത് നമ്മുടെ ശീലമാവുകയാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എപ്പോഴെങ്കിലും മനസ്സുകൊണ്ട് പതറിപ്പോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും? ഒരുപാട് തവണ. എന്നുവെച്ചാൽ ഞാനിങ്ങനെ നിലവിൽ ഇപ്പോഴൊക്കെയാണ് ഈ ഒരു ഗ്യാപ്പ് എടുത്തത് പോലും ഇമോഷണലി അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെ ആവണം. ആ ഓക്കെ ആവാൻ വേണ്ടി ഞാൻ എനിക്ക് കൊടുത്തിട്ടുള്ള സമയമാണിത്. അല്ലാതെ ഇപ്പോൾ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. എൻ്റെ കൂടെയുള്ള മനുഷ്യർ PG കംപ്ലീറ്റ് ചെയ്യുന്നു, PhDക്ക് കയറുന്നു, എൻ്റെ സ്വപ്നങ്ങൾ അതൊക്കെ ആയിരുന്നു ഒരു ഘട്ടം വരെ. അല്ലെങ്കിൽ അവർ നല്ല ജോലിയിൽ കയറുന്നു, അതിൽ തന്നെ ഹയർ ഓപ്ഷൻസ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാനപ്പോൾ എത്തിയിട്ടില്ലല്ലോ, അപ്പോൾ ശരിക്കും ഇതല്ലേ, ഇനി കുറേ നാൾ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഈ സ്ഥലത്തേക്ക് വരേണ്ടി വരുമോ, അപ്പോൾ നിലവിൽ ഞാൻ ഇവിടെ ഔട്ട്ഡേറ്റഡ് ആയിരിക്കില്ലേ, അങ്ങനെയുള്ള ഭയങ്കര ഡൗട്ടുകളാണ്. ഒരു ഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഈവൻ ഞാൻ ജബലയ്ക്ക് ശേഷമുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പോലും ഞാൻ ആ തോട്ടിലാണ്. അതായത് ഇത് ഓക്കെ ആയില്ലെങ്കിൽ ഇത് അങ്ങനെയാണ്. ഇപ്പം മാത്രമാണ് ഞാൻ ഇതുള്ളൂ എനിക്ക് പ്ലാൻ എ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പറ്റിയില്ലെങ്കിൽ പറ്റണവരെ നോക്കാം, അങ്ങനെയാണ്. അപ്പം പക്ഷെ ആ പോയിന്റിലേക്ക് എത്തൽ ഭയങ്കര ഡ്രെയിനിങ് ആണ്. നമ്മൾ ഒന്നാമത് ഇതുപോലെ സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയും ഇതിന് ഇഷ്ടപ്പെടുന്ന മനുഷ്യർ ഇതിനു വേണ്ടി ശ്രമിക്കുന്ന മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ അത് വെച്ച് മാത്രം മുമ്പോട്ട് വേണം. തോക്കുന്നുള്ളതൊന്നുമില്ല, തോറ്റാ ജയിക്കണ വരെ പൊരുതിക്കൊണ്ടേയിരിക്കും. വേറെ ഒന്നുമില്ല, എനിക്ക് വേറെ ഒന്നുമില്ല, ഇതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കേരള ക്രൈം ഫയൽസ് വന്നപ്പോൾ അത് ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്നു. നമ്മൾ ഒട്ടും മോശമല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ വന്നതിന് ശേഷം ഈ പറയുന്ന നമ്മളിൽ പേടി തോന്നിയ ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അച്ഛൻ കണ്ടിട്ടില്ല, ക്രൈം ഫയൽസ് കണ്ടിട്ടില്ല. അനിയത്തി ഇങ്ങനെ പറഞ്ഞു, അനിയത്തി ഇപ്പോൾ ജോലിയാണ്, അപ്പോൾ അവൾ വരുമ്പം
കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ നമ്മളോട് കണ്ടു അത് നല്ല അങ്ങനെയൊന്നുമില്ല, അതൊന്ന് എനിക്ക് അയച്ചു കിട്ടും, അത്രേ ഉള്ളൂ. മേ ബി പുള്ളി ആ ഒരു ഇങ്ങനെ നിൽക്കണോണ്ടായിരിക്കും. അപ്പം അറിയില്ല. പിന്നെ ആ നാട്ടിലുള്ള മനുഷ്യരൊന്നും അങ്ങനെ കാണുന്നവരല്ല, സീരിയസ് ആണവരൊന്നും അല്ല. അതുകൊണ്ട് ആരും പറയണമില്ല അച്ഛൻ്റെ അടുത്ത് മോളെ കണ്ടിരുന്നു. ഇനി ഞാൻ തന്നെ ഏതെങ്കിലും വലിയ സിനിമകളുടെ ഭാഗമായിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് തിയേറ്ററിൽ പോയി നോക്കൂ, എന്നെ കാണൂന്ന് പറഞ്ഞ്. അതാണ് എനിക്ക് അവർ വളർന്ന സാഹചര്യം കൊണ്ടാണോന്ന് അറിയില്ല, ഓവറായിട്ട് പ്രോത്സാഹിപ്പിച്ചാൽ വഷളായി പോകുമോ എന്നുള്ള പേടി. നമ്മുടെ പഴയ ജനറേഷന്റെ ഒരു തോട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഓപ്പണായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ മടിയാണ്. പക്ഷെ എൻ്റെ അടുത്ത് അനിയത്തി പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് പറയും, അവള് ഇതിലുണ്ട്. അങ്ങനെ അറിയില്ല, പുള്ളി കണ്ടിട്ടില്ലേ, പുള്ളിക്ക് ആകെ പുള്ളി ജബല മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോഴും ഇങ്ങനെയാണ്, അതിൽ ആ കൊച്ചിൻ്റെ വീട് എവിടെയാ, അതെവിടെയായിരുന്നു ഇത്, അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ പുള്ളി ഒന്ന് മേ ബി ഉള്ളിൽ സന്തോഷം ഉണ്ടാവാം, പക്ഷേ ഇളയ ആൾക്കൊക്കെ എക്സൈറ്റ്മെന്റ് ആണ്. പഠിക്കുന്ന കുട്ടികളാണല്ലോ, അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. മേ ബി അത് മാറി വരും എന്ന് തന്നെ വിചാരിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകണം. ഇപ്പൊ ഈ ടീമിന്റെ കൂടെ സ്ക്രിപ്റ്റിംഗിലും ഇരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതും ഇപ്പൊ ഇതിന് ശേഷം വന്നൊരു ടേസ്റ്റ് ആയിരിക്കില്ല, അതോ നേരത്തെ എഴുതുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നേരത്തെ ഞാൻ പഠിച്ചത് മലയാളം ലിറ്ററേച്ചറാണ്, പക്ഷെ അതിന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ഭാഷ കയ്യിലുണ്ടാവും, ഭാഷ ഭയങ്കരമാണ്. അതായത് മേ ബി ഇതിൽ ആരെഴുതിയാലും പ്രൂഫ് റീഡിംഗ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ഞാനാ നോക്കുക. ആസ്ഥാന എഴുത്തുകാരിയാണ് ഗ്രൂപ്പിന്റെ. പിന്നെ ചിലരാണെങ്കിൽ അവർക്ക് എഴുതാൻ ഐഡിയ ഉണ്ടാവും, പക്ഷെ എഴുതുന്നത് മടിയായിരിക്കും. അപ്പോൾ അവരെനിക്ക് മൊത്തത്തിൽ ഇരുന്ന് പറഞ്ഞുതരും. അപ്പം ഞാനിരുന്നിട്ട് നമ്മൾ കേട്ട് എഴുതുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പിന്നല്ലോ ഇങ്ങനെ എഴുതാം, അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അല്ല നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ മോൾഡിങ്ങിൻ്റെ സമയത്ത് കൂടെ ഇരുന്നിട്ടുണ്ട്. നമ്മൾ ഒരു ഘട്ടം വരെ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും കഥ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന ഒരാളോ രണ്ടുപേരോ ഉണ്ടാവും. ബാക്കി ഈ സ്ക്രിപ്റ്റ് വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ ചർച്ച ചെയ്യും. ഞാൻ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ ഇവർ നിരന്തരം ഇതിനെ നന്നാക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലത് ഇത് കൾട്ടാണ്, ഇത് വേണ്ട, ഇതിങ്ങനെ ആക്കിയാലോ, അങ്ങനെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മ്യൂച്വൽ എന്താ പറയുക ഗ്രോത്ത് ആണല്ലേ, എല്ലാവരും പരസ്പരം ഒരുമിച്ച് വളരെയാണ് സത്യത്തിൽ. ശരിക്കും മുമ്പിൽ കാണുന്നുണ്ടല്ലോ. ഞങ്ങളെപ്പോഴും പറയുന്നത്, ഇന്ന് നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നിട്ട് ഞങ്ങൾ നോക്കുന്നത് പണ്ടത്തെ ഞങ്ങളെയാണ്. ഒന്നും അതായത് ഇങ്ങനെ നിന്ന് നമ്മളുണ്ടല്ലോ എവിടെ എത്തി എന്നുള്ളത്. മേ ബി ഇപ്പം നമുക്ക് ആ സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അവർക്ക് നമ്മൾ എന്തായിരുന്നു, ഇപ്പം നമ്മൾ അവർക്ക് എന്താണെന്നുള്ളതൊക്കെ ഇങ്ങനെ മനസ്സിലാവുമ്പോൾ നമ്മളിങ്ങനെയാണ്. എന്നുവെച്ചാൽ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 6 വർഷം കൊണ്ടുണ്ടായ ഗ്രോത്താണ്. ഗ്രോത്ത് മനസ്സിലാവില്ല നടക്കുന്ന സമയത്ത്, പക്ഷെ വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാവുള്ളൂ ഗ്രോത്ത് ഉണ്ട്. ഇപ്പോഴും എനിക്ക് ഗ്രോത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ മൊമെന്റിൽ ഞാനിവിടെ ഇരിക്കുമ്പോഴും എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഇതിങ്ങനെയാണ്, ഇങ്ങനെയാണ് മിന്യൂട്ടാണ്. പക്ഷെ അതുണ്ട്. എനിക്ക് ആൾക്കാർ പറയില്ലേ മടുത്തു അയ്യാണ്ടായി എന്ന് പറയുമ്പോഴും എനിക്ക് അവരോട് പറയാൻ ആഗ്രഹം അതാ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോലെ ഗ്രോത്ത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന അവസ്ഥയിലല്ല ഉള്ളത്, ഉണ്ടത് ഇത്തിരി കൂടി മുമ്പോട്ട് പോയാലാണ് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇപ്പം ഇത്രയും പോസിറ്റീവായിട്ടിരിക്കുന്നു, ഒരു ഡ്രീം വെച്ച് അല്ലെങ്കിൽ ഒരു എയിം വെച്ച് അതിൽ തന്നെ നിന്ന് മുന്നോട്ട് പോകുന്നു, അതൊരു ചെറിയ കാര്യമല്ല. നമുക്കുണ്ടാവാം, നമുക്ക് ഇൻറ്റേർണലി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്നെ തന്നെ ഹെൽത്ത് ശരിയാക്കണം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഒരു ഇമോഷണൽ ഹീലിംഗ് ആയിരിക്കാം അവിടെ ആവശ്യം, അല്ലേ? ഒരു മെൻ്റലി നമ്മൾ സ്റ്റേബിൾ ആൻഡ് സ്ട്രോങ് ആവേണ്ട ആവശ്യങ്ങളായിരിക്കും. അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ എന്നൊരു വ്യക്തി പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ അതല്ല. അപ്പോൾ ആ ഒരാളായിരിക്കാൻ അമൃതയെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഈ സിനിമ കാണൽ, സിനിമയുടെ കൂട്ടായ്മ എന്നതിനെ ഒഴിച്ചു നിർത്തിയാൽ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസിൽ കൂടിയാണ് അമൃതയെ ഇങ്ങനെ പോളിഷ് ചെയ്ത് വെക്കുന്നത്? പോളിഷ് ചെയ്ത് വെക്കുന്നത് നിലവിൽ ഒരു ഘട്ടം വരെ എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ വേണ്ടതെന്ന് വെച്ചാൽ വളരെ ബേസിക്കായ കാര്യങ്ങൾ, എനിക്ക് എന്ത് ടൈപ്പ് ഓഫ് ആഹാരമാണ് ഇഷ്ടം എന്ന് പോലും ചോയ്സ് ഉണ്ടായിരുന്നില്ല. കിട്ടുന്നത് കഴിക്കുക, അങ്ങനെയായിരുന്നു. അതിന് പോലും നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിന് പോലും ബാലൻസ് വേണം, അറിയണം, എന്ത് കഴിച്ചാലും അതറിയണം എന്നുള്ളത്. അപ്പം എനിക്ക് എൻ്റെ ഫുഡ് ഹാബിറ്റ്സുകളിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് ഇമോഷണലി എന്നെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയ സമയങ്ങളുണ്ട്. അതായത്
മിക്ക സമയങ്ങളിൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് വളർന്നിട്ടുള്ളത്. ഞാൻ 2ാം ക്ലാസ് തൊട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളാണ്. അപ്പം എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ഒറ്റയ്ക്ക് നിൽക്കുക, അതായത് ഫാമിലി സ്ട്രക്ചറിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിൽക്കാനാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ പോലും മിക്ക സമയത്ത് ഞാൻ കൂട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു വീട്ടിലൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വാടകയ്ക്ക് വീടെടുത്ത് ഞാൻ അവിടെ താമസിക്കായിരിക്കും. അപ്പം അത് ഭയങ്കര സ്ട്രഗ്ലിങ് സമയമാണ്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണം, ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണം. അതായത് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാന്ന് വെച്ചാൽ കുക്ക് ചെയ്യലല്ല, ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വന്ന് അരിഞ്ഞ് പാത്രം കഴുകി വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അടുക്കള ക്ലീൻ ആക്കണം. ആ സംഭവമുണ്ട്. പക്ഷെ അത് പിന്നെ ഞാൻ അങ്ങനെ സ്ട്രഗ്ലിങ് ആയ സമയത്താണ് ഞാൻ യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. അത് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ തുടക്ക ലെവലാണെങ്കിൽ പോലും ഭയങ്കര സമാധാനം തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്തത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായത്, ടോക്സിക്കായ സ്പേസിൽ നിന്ന് തല്ല് പിടിക്കാതെ ഇറങ്ങിപ്പോരുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട്, ഒരുപാട് തവണ ചെയ്യേണ്ടി വരാറുണ്ട്. അതായത് നിലവിൽ എനിക്കുള്ള വിലയോ എനിക്കുള്ള എന്നെ വേറെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, എന്നെ ഇമോഷണലി ഹേർട്ട് ചെയ്യുന്ന ഏത് സ്ഥലമാണെങ്കിൽ പോലും അത് ആരാണെങ്കിൽ പോലും തല്ലു പിടിക്കേണ്ട കാര്യമില്ല, നീ എന്നാ ചെയ്തില്ല, ഒന്നുമില്ല, ഇറങ്ങിപ്പോരുക. ബുദ്ധിമുട്ടുള്ള മനുഷ്യരിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോരുക. മേ ബി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമായിരിക്കും, വർഷങ്ങളോളം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ നല്ലതാണ് അത്. നമ്മൾ ഈ സർവൈവൽ മോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര പാടുള്ള പണിയാണ്. അത് ഈ പറയുന്ന ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ നിന്ന് മിണ്ടാതെ ഇറങ്ങിപ്പോന്നിട്ട് നമ്മളുടെ മേലെ പണിയെടുത്തുകൊണ്ടിരിക്കുക, അത് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ജെനുവിനായ മനുഷ്യരെ മാത്രം മതി, 1-2 പേരുണ്ടെങ്കിൽ അത് മതി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് അവൈലബിൾ ആയിരിക്കുക, ഓവറായിട്ട് നന്മ ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വേണ്ടപ്പെട്ട മനുഷ്യരുടെ അടുത്ത് സത്യസന്ധമായിട്ടിരിക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, എല്ലാവർക്കും സഹായം. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ മറ്റേ ഗുഡ് ഗേൾ സിൻഡ്രോം ഉള്ള കുട്ടിയായിരുന്നു. കുഞ്ഞിലെ എപ്പോഴും നമ്മുടെ നല്ല മോളാണ്, അടങ്ങിയിരിക്കണം, ഈ മോൾ ഗുഡ് മോളാണ്. പക്ഷെ ഈ ഗുഡ് എന്നുള്ള കൺസെപ്റ്റ് മാറി. ഇപ്പൊ എനിക്ക് ഞാൻ ഗുഡ് മോളാണ്, ആര് പറഞ്ഞാലും ഞാൻ ഗുഡ് മോളാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തമാശക്ക് പറയുന്നതാണ്. പക്ഷെ എനിക്കറിയാം ഇപ്പോഴാണ് ഞാൻ നല്ലതായത്. എൻ്റെ ചോയ്സുകൾ ഞാൻ ബഹുമാനിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ നല്ല മോളായത്. എൻ്റെ റൂംമേറ്റ് ഉണ്ട് ശ്രീലക്ഷ്മി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര 2 പേരും കരഞ്ഞ് ഒടിഞ്ഞ് കിടക്കണ അവസ്ഥകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പരസ്പരം പറയണതാണ്, നല്ലതാണ് നമ്മൾ, അറ്റ്മോസ്റ്റ് നമ്മൾ നല്ലതാണ്, നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്തിട്ടില്ല, നമ്മൾ നല്ല മക്കളാണ്, നമ്മൾ കയറി വരും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞ് ഞങ്ങൾ ഓക്കെ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ സത്യസന്ധമായിട്ടിരിക്കുക, ജെന്യുവിനായിട്ടിരിക്കുക, മനുഷ്യരെ ബഹുമാനിക്കുക, ബഹുമാനം കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കാണ്ടിരിക്കുക, ഒഴിവാക്കുക, അവരെ വളരാൻ നോക്കുക, ബേസിക്കലി വളരാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ പത്മിനി മൂവിയിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഇപ്പം എന്തോ ഒരു വെബ് സീരീസ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇപ്പം എന്തായാലും ഇനി മുന്നോട്ട് ഇപ്പം നമുക്ക് കുറച്ച് വിസിബിലിറ്റിയും കിട്ടി, കുറച്ച് കൂടുതൽ വിസിബിലിറ്റി കിട്ടി. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പോയിന്റിൽ അതിന് വേണ്ടിയിട്ട് അമൃതയുടെ ഭാഗത്തു നിന്നും ചിലർ പറയാറുണ്ട്, ഞാനിപ്പോൾ പഴയ പോലെ ഞാനായിട്ട് തന്നെ കുറച്ച് സെർച്ച് ചെയ്ത് നടക്കാൻ, ആ രീതിയിലൊക്കെ എന്തെങ്കിലും അറ്റംപ്റ്റ്സ് ഉണ്ടോ? സെർച്ച് ചെയ്യൽ നിരന്തരമുണ്ട്. നിരന്തരം ഞാൻ ആക്ടർ എന്നുള്ള നിലയിലാണെങ്കിലും സ്ക്രീൻ പ്ലേകളെ കുറിച്ചിട്ടുള്ള ഞാൻ കൂടുതലും ഇൻ്റർവ്യൂകൾ കാണുന്ന ആളാണ്. എനിക്ക് ഇൻഫർമേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്ന ആളാണ്. എന്ത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസും പണ്ട് ഞാൻ ചവറ് പോലെ ഇങ്ങനെ കളക്ട് ചെയ്യായിരുന്നു, എന്ത് കിട്ടിയാലും എടുക്കുമായിരുന്നു. ഇപ്പം എനിക്കറിയാം ഒരുപാട് കുത്തി നിറയ്ക്കേണ്ട കാര്യമില്ല, ഒരു ഫോക്കസ് ഉണ്ടാവുക, ആ ഏരിയയിൽ പരമാവധി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതിൽ നിന്ന് സോർട്ട് ചെയ്യുക. അങ്ങനെ ഇൻ്റർവ്യൂസ് കാണും, ആൾക്കാരെ ശ്രദ്ധിക്കും, എങ്ങനെയാണ് മനുഷ്യർ സക്സസ്ഫുൾ ആവുന്നതെന്ന് ശ്രദ്ധിക്കും, എങ്ങനെയാണ് ആൾക്കാർ പവർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കും. നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പഠനം എന്നുള്ള കോൺസെപ്റ്റിൽ വ്യത്യാസം വന്നിട്ട് ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആക്ടർ എന്നുള്ള നിലയിൽ, ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിലും വളരണം, ഞാൻ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ, ഇനിയും വളരണം. അപ്പം എന്തായാലും അമൃത പിന്നെ അങ്ങനത്തെ ആ ഒരു വളർച്ചയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾമോസ്റ്റ് സക്സസ്ഫുള്ളി താണ്ടി നമ്മൾ ഒരു ഫോക്കസ് ഒന്നും മാറാതെ വളരെ നല്ല രീതിയിലാണ് അവനവനെ അമൃത ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി ഇപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് ഭാവിയിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ
നല്ല രീതിയിൽ റൈറ്റിങ്ങിലും ചിലപ്പോൾ ഒരു പക്ഷേ ഡിറക്ഷനിൽ വരെ അമൃതയെ കാണേണ്ടി വന്നാൽ അതിലെനിക്ക് അത്ഭുതം ഉണ്ടാവില്ല. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തൊക്കെയോ ഉള്ളിലുള്ള ഒരാളാണെന്ന്. ഇപ്പം അത് പറയേണ്ട ഒരു ടൈമല്ല, ടു ഏർലി ആണ്. പക്ഷേ എനിക്ക് സത്യത്തിൽ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. അതുപോലെ ആ കൂട്ടത്തിലേക്ക് ഞാനും ചെയ്യുകയാണ്. ഒരു പക്ഷേ നമ്മുടെ വ്യൂവേഴ്സും ചെയ്യുന്നുണ്ടാവും. അമൃതയുടെ വലിയ വലിയ സ്പേസുകളിൽ, കൂടുതൽ വലിയ സ്പേസുകളിൽ ഇനി കാണാൻ സാധിക്കട്ടെ. അതിൻ്റെ ഒരു നല്ല തുടക്കമായിട്ട് തന്നെ കേരള ക്രൈം ഫയൽസിനെയും എന്താ പറയുക, അഹമ്മദ് കബീർ എന്ന അമൃതയിലേക്ക് പിക്ക് ചെയ്ത ഡയറക്ടറെയും കോസ്റ്റാർസും എല്ലാവരെയും കാണുകയാണ്. അമൃതയുടെ കൾട്ട് എന്താണ് കമ്പനി പ്രൊഡക്ഷൻസ്, അത് അടിപൊളി ടീമാണ്, നിങ്ങളോട് പറയുകയാണ്. കാരണം ഒരു കുട്ടിയെ വെച്ചാൽ നമുക്ക് നമ്മളെ നറിഷ് ചെയ്യുന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഫോർച്ചുനേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ടീം ഇങ്ങനെ മ്യൂച്വലി സപ്പോർട്ട് ചെയ്തുമൊക്കെ ടീമും ഗ്രോ ചെയ്യട്ടെ, അമൃതയുടെ സ്വപ്നങ്ങളും വലുതാവട്ടെ, ചക്രവാളങ്ങളും വലുതാവട്ടെ. ഈ ഒരു ടൈമിൽ ഇവിടെ വന്നത്, എൻ്റെ അടുത്ത് ഇത്രയും കാര്യം എൻ്റെ ത്രൂ ഓഡിയൻസിലേക്ക് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സന്തോഷം. അപ്പോൾ നമുക്ക് ഇന്ന് തൽക്കാലം ഇവിടുന്ന് പിരിയാട്ടോ. വീണ്ടും കാണാം അടുത്ത ആഴ്ച.